10,238 വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേട്ടോ. നമ്മൾ പറയാതെ വരും പിരായിരി എണ്ണുമ്പോൾ 10,238 വോട്ടുകളുടെ ലീഡ്. അതെ അതെ 10,238 വോട്ടുകളുടെ ലീഡാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അപ്പോഴും നമ്മൾ കാണേണ്ടതുണ്ട്, കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നമ്മുടെ ശ്രീധരൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെയും. പക്ഷേ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാക്കിയ വോട്ടിനേക്കാൾ ഇരട്ടിയിലധികം വോട്ട് ഇതിനകം തന്നെ നേടിയിട്ടുണ്ട്. പ്രമോദ് കഴിഞ്ഞ തവണ അവസാനത്തെ 7 റൗണ്ടിൽ 23,012 വോട്ട് നേടിയിരുന്നു. ആദ്യത്തെ 7 റൗണ്ടിൽ അദ്ദേഹത്തിന് കിട്ടിയത് 11,807 വോട്ടുകളായിരുന്നു. ഇത്തവണ സരിൻ അവസാനത്തെ 7 റൗണ്ടിൽ 25,000 വോട്ട് നേടിയാൽ 2ാം സ്ഥാനത്ത് വരാം എന്നതാണ് കണക്ക്. അതായത് അവസാനത്തെ 7 റൗണ്ടിൽ 25,000 വോട്ട് നേടിയാൽ അദ്ദേഹം 2ാം സ്ഥാനത്ത് വരും. അതൊരു പക്ഷേ പറയാനായിട്ടില്ല കേട്ടോ, ഉറപ്പ് പറയാനായിട്ടില്ല, നമ്മളത് കാത്തിരിക്കണം. പക്ഷേ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ 10,238 വോട്ടുകൾ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് UDF-ന്റെ ശക്തി കേന്ദ്രമാണ് പിരായിരി. അവിടെ വോട്ടെണ്ണി തീരുമ്പോൾ 10,238 വോട്ടുകൾക്ക് പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ചെറിയ വിജയമല്ല. കഴിഞ്ഞ തവണത്തെ ഷാഫി പറമ്പിലിന്റെ വിജയത്തെക്കാൾ വലിയ വിജയത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തവണ പോകും എന്ന് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ആരാണ് 2ാം സ്ഥാനത്ത് എന്നുള്ള കാര്യം ഇനി സംശയിക്കാനുള്ളൂ. അത് ഇനി കാത്തിരുന്ന് കാണാം. രാഹുലിന്റെ വിജയം ഏതായാലും ഉറപ്പാണ് എന്ന് പറയാവുന്ന നിലയുണ്ട്. എന്തെങ്കിലും വലിയ അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ ഇനി അവിടെ ഒരു ത്രികോണ മത്സരമായതുകൊണ്ടാണ് ഈ ആരാണ് 2ാം സ്ഥാനത്ത് എന്നുള്ളത് വീണ്ടും ആവർത്തിച്ച് അതുകൂടി നോക്കേണ്ടി വരുന്നത്.